യുഎയിലെ പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സമൂഹത്തിന് വളരെ സുപ്രധാനമായ അറിയിപ്പുമായി ഇന്ത്യൻ എംബസി. അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിലും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിലും പാസ്പോർട്ട്, വിസ അറ്റസ്റ്റേഷൻ തുടങ്ങിയ കോൺസുലേഷൻ സേവനങ്ങൾ നൽകുന്നതിനുള്ള നിയമങ്ങളിൽ താൽക്കാലികമായി വലിയ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത്. യുഎയിലെ പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സമൂഹത്തിന് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഇന്ത്യൻ എംബസി നൽകുന്നത്. അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിലും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിലും പാസ്പോർട്ട്, വിസ അറ്റസ്റ്റേഷൻ തുടങ്ങിയ കൺസുലർ സേവനങ്ങൾ നൽകുന്നതിനുള്ള നിയമങ്ങളിൽ താൽക്കാലികമായി വലിയ മാറ്റങ്ങൾ തന്നെ വരുത്തിയിട്ടുണ്ട്. ഇന്ന് മുതൽ പുതിയ ക്രമീകരണങ്ങൾ പ്രാബല്യത്തിൽ വരുമെന്നാണ് ഔദ്യോഗിക പത്രക്കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത്. സാധാരണയായി ഇത്തരം സേവനങ്ങൾ ഔട്ട്സോഴ്സിംഗ് ഏജൻസികൾ വഴിയാണ് നൽകിയിരുന്നതെങ്കിൽ ചില ഭരണപരമായ കാരണങ്ങൾ കൊണ്ട് താൽക്കാലികമായി എംബസിയിലും കോൺസുലേറ്റിലും നേരിട്ടായിരിക്കും ഇനി മുതൽ പരിമിതമായ രീതിയിൽ സേവനങ്ങൾ നൽകുന്നത്. നിലവിലുണ്ടായിരുന്ന BLS ഇന്റർനാഷണൽ, HGYS ഗ്ലോബൽ എന്നീ ഏജൻസികളുടെ കാലാവധി കഴിഞ്ഞ് പുതിയ പങ്കാളിയായ അൽഹിൻ ടൂർസ് ആൻഡ് ട്രാവൽസ് ചുമതലയേൽക്കുന്നതിനിടയിലുള്ള തടസ്സങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ഒരു പുതിയ നീക്കം നടത്തുന്നത്. പുതിയ ക്രമീകരണങ്ങൾ അനുസരിച്ച് മുൻകൂട്ടി അപ്പോയിന്റ്മെന്റുകൾ എടുക്കാനുള്ള സൗകര്യമുണ്ടായിരിക്കില്ല. പകരം ആളുകൾക്ക് നേരിട്ടെത്തി ടോക്കൺ എടുക്കാവുന്ന വാക്കൻ സംവിധാനം മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. ആദ്യം വരുന്നവർക്ക് ആദ്യം എന്ന മുൻഗണനാ ക്രമത്തിലായിരിക്കും അപേക്ഷകൾ സ്വീകരിക്കുക. അബുദാബിയിലെ എംബസിയിലും ദുബായിലെ കോൺസുലേറ്റിലും രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ മാത്രമായിരിക്കും വാക്ക് ഇൻ സമയമെന്ന് പ്രത്യേകം ഓർക്കണം. സേവനങ്ങൾ ആവശ്യമുള്ളവർ അപേക്ഷാ ഫോമുകൾ പൂർണ്ണമായി പൂരിപ്പിച്ച് ആവശ്യമായ മറ്റ് രേഖകളും സഹിതം നേരിട്ട് തന്നെ ഓഫീസുകളിൽ എത്തിക്കേണ്ടതുണ്ട്. അപേക്ഷാ ഫീസ് അടച്ചതിന് ശേഷം മാത്രമേ ഫോമുകൾ സ്വീകരിക്കുകയുള്ളൂ. ഓഫീസുകളിലെ അനാവശ്യമായ തിരക്ക് ഒഴിവാക്കുന്നതിനായി അപേക്ഷകന് മാത്രമായിരിക്കും അകത്തേക്ക് പ്രവേശനം നൽകുന്നത്. എന്നാൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ അപേക്ഷകൾക്ക് മാതാപിതാക്കളുടെ സാന്നിധ്യം നിർബന്ധമായതിനാൽ അവർക്ക് ഇളവ് അനുവദിക്കും. ദുബായിലെയും അബുദാബിയിലെയും മുമ്പത്തെ ഏജൻസി സെന്ററുകളിലെല്ലാം നിലവിൽ പൂർണ്ണമായി അടച്ചിട്ടിരിക്കുകയാണ്. അൽഹിന്ദ് കമ്പനി തങ്ങളുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണ സജ്ജമാക്കുന്നതുവരെ ഈ താൽക്കാലിക സംവിധാനം തുടരുമെന്നാണ് എംബസി വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.